ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഴുത്തൊരു നല്ലൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, നമ്മുടെ തൈര്, പച്ചമുളക്, ഇത്ര വേണ്ടത്. ചട്ടി വെച്ച് അതിലേക്ക് മാങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് നമ്മൾ ഈ കൂട്ട് അരച്ചെടുക്കണം. ഒന്ന് വെള്ളം ചൂടായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ കൂട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ സമയത്ത് തന്നെ മാങ്ങ പുളിയുള്ളതാണെങ്കിൽ, നല്ല പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ, ഇത്തിരിയൊക്കെ മധുരമായിട്ടുള്ള ഇതാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് നമ്മുടെ പഞ്ചസാര ചേർക്കണേ ഇല്ല. അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഞ്ചസാര ചേർക്കണമെന്നതാണ്. നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട് നന്നായി ഇതിലേക്ക് നമ്മുടെ മാമ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വയ്ക്കുക. വെന്തതിന് ശേഷം നമ്മൾ ഈ തൈര് ഒന്ന് മിക്സിയിൽ കറക്കി വെച്ചതിന് ശേഷം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ ഈ കൂട്ടിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ കൂടുതലായിട്ട് വെക്കാൻ പാടില്ല, ചെറുങ്ങനെയായിട്ട് സ്ലിമ്മിലായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തൈര് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് പാകമുണ്ടോ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി മധുരമാണ് ആവശ്യമുണ്ടെങ്കിൽ മധുരം, പഞ്ചസാരയുടെ അളവ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല പഴുത്ത മാങ്ങയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കണില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ്. കടുക് താളിച്ചിട്ട് കടുക്, നമ്മുടെ മുളക്, കറിവേപ്പില ഇതിട്ട് കൂടി ഞാൻ കടുക് താളിച്ചിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.